എമ്പുരാൻ എന്ന സിനിമ കഴിഞ്ഞ് നമ്മൾ കാത്തിരിക്കുന്ന മോഹൻലാലിന്റെ തുടരും, ഹൃദയപൂർവ്വം എന്നീ ചിത്രങ്ങളാണ്. ഈ വർഷം തന്നെ ആ ചിത്രങ്ങൾ നമുക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ ഇനി വരാൻ പോകുന്ന മോഹൻലാലിന്റെ കിറ്റിലുള്ള നിരവധി ചിത്രങ്ങൾ അണിയറയിൽ ആരംഭിക്കാൻ പോകുന്നു. അതിൽ തന്നെ റൂമറുകൾ പലതുണ്ട്, അതും ഗംഭീര സംവിധായകർക്കൊപ്പം. ഇതൊക്കെ എമ്പുരാന് മേലെ ഹൈപ്പ് ലഭിക്കാൻ സാധ്യതയുള്ള ചിത്രങ്ങൾ തന്നെയാണ്. ആ ചിത്രങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞു കേട്ടത് അമൽ നീരദ് മോഹൻലാൽ കോംബോ ഒന്നിക്കാൻ പോകുന്ന ചിത്രം എന്നതാണ്. ഇപ്പോഴത്തെ മറ്റൊരു ചിത്രം കൂടി കൺഫേം ആകുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സിന്റെ കീഴിൽ മോഹൻലാലിനെ നായകനാക്കി അൻവർ റഷീദ് സംവിധാനം ചെയ്യുന്ന സിനിമയ്ക്ക് ഏകദേശം ധാരണയായി എന്നുള്ള റിപ്പോർട്ടുകൾ നൽകിക്കൊണ്ട് മൂവി അനലിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ എത്തിയത് കൗതുകമായി. അങ്ങനെ കാത്തിരിപ്പിന് വിരാമമായി എന്നാണ് റിപ്പോർട്ടുകൾ. അൻവർ റഷീദിന്റെ മോഹൻലാൽ വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സ് സിനിമയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ വരുന്നുവെന്ന്. കഴിഞ്ഞ ആഴ്ചത്തെ മീറ്റിംഗ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഏകദേശം ഉറപ്പിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. എമ്പുരാൻ എന്ന സിനിമയുടെ പ്രമോഷൻ പരിപാടികൾക്ക് വേണ്ടി മോഹൻലാൽ നൽകിയ അഭിമുഖങ്ങളിൽ മോഹൻലാലിന്റെ വരാൻ പോകുന്ന സിനിമകളെ കുറിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. ഹൃദയപൂർവ്വം, തുടരും, ഋഷഭ, കണ്ണപ്പ എന്നീ സിനിമകളുടെ പേരുകൾ മോഹൻലാൽ പറഞ്ഞപ്പോൾ ഇതുകൂടാതെ മോഹൻലാലിന്റേതായി വരാനുള്ള സിനിമകളുടെ കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുകയുണ്ടായി. ആരുടെയൊക്കെയാണ് എന്തൊക്കെയാണ് സിനിമയെന്നും വ്യക്തമാക്കിയില്ലെങ്കിലും മോഹൻലാൽ നിരവധി സിനിമകൾക്ക് വേണ്ടി ഓക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. കാരണം വരാൻ പോകുന്ന സിനിമകൾ നിരവധി ഉണ്ടെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് ശേഷം മോഹൻലാൽ ഒരു ചെറിയ ഇടവേള എടുക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. റിപ്പോർട്ട് അനുസരിച്ച് ചിത്രത്തിന്റെ പേരും കഥയും നിങ്ങളെ അത്ഭുതപ്പെടുത്തുമെന്നും തിരക്കഥ ആക്ഷന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണെന്നും കൂടാതെ പൂർണ്ണമായും ആക്ഷൻ പാക്ക് ചെയ്ത ഒരു എന്റർടൈനർ ആയിരിക്കും ഈ സിനിമ എന്നുമാണ് റിപ്പോർട്ടുകൾ. നമ്മളൊരു ഛോട്ടാ മുംബൈയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു ചിത്രം ആകാൻ സാധ്യത കുറവാണ്. പക്ഷേ ആക്ഷൻ എന്റർടൈനർ ചിത്രമായിരിക്കും. അൻവർ റഷീദിന്റെ സ്വതസിദ്ധമായ ശൈലിയിലുള്ള ഒരു ചിത്രം തന്നെയാണ് പല പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയൊന്ന് വരുമോ എന്നത് കണ്ടു തന്നെ അറിയാം. എന്തായാലും ചില സർപ്രൈസുകൾ ഈ ചിത്രത്തിൽ ഉണ്ടെന്നാണ് മൂവി അനലിസ്റ്റുകൾ ഇപ്പോൾ പറയുന്നത്. കഥയിലും പേരിലും നിങ്ങളെ അത്ഭുതപ്പെടുത്തുമെന്ന് അവർ പറയുന്നു. അൻവർ റഷീദും മോഹൻലാലും ഒന്നിക്കുമ്പോൾ അങ്ങനെ ചില സർപ്രൈസുകൾ പ്രേക്ഷകർ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. മോഹൻലാലിന്റെ വരാൻ പോകുന്ന ചില ചിത്രങ്ങളിൽ കൺഫേം എന്ന് പറയാൻ കഴിയുന്ന ചിത്രങ്ങളാണ് അൻവർ റഷീദിന്റെയും അമൽ നീരദിന്റെയും ചിത്രങ്ങൾ എന്ന് മോഹൻലാൽ ആരാധകർ വരെ സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പോഴാണ് ലേറ്റസ്റ്റായി ഇങ്ങനെ ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കൂടാതെ തന്നെ മോഹൻലാൽ അനൗൺസ് ചെയ്ത ദൃശ്യം 3 പോലുള്ള സിനിമകളും സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ ഏത് ടൈമിൽ നമ്മുടെ മുന്നിലേക്ക് എത്തും എന്നതാണ് പല ചോദ്യങ്ങളും. മലയാളത്തിലെ പല സംവിധായകരും മോഹൻലാലിനൊപ്പം ഒന്നിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവരൊക്കെ മോഹൻലാലിന് മുന്നിൽ പല കഥകളും പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതിന് മേലുള്ള ഡിസ്കഷനുകൾ പലപ്പോഴായി നടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ്. മോഹൻലാലും മമ്മൂട്ടിയുമായി നിരവധി പ്രഗത്ഭ സംവിധായകർ സിനിമയ്ക്ക് വേണ്ടി നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ബേസിൽ ജോസഫ് പറഞ്ഞ ചില സംഭവങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന അവസരവും ഈ അടുത്തിടെ ഉണ്ടായി. മലയാളത്തിൽ ഏറെ പ്രിയപ്പെട്ട നടനും സംവിധായകനുമാണ് ബേസിൽ ജോസഫ്. അദ്ദേഹത്തിന്റെ മരണമാസം എന്ന ചിത്രം തിയേറ്ററിൽ മികച്ച രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. തിര എന്ന വിനീത് ശ്രീനിവാസൻ ചിത്രത്തിലൂടെ സഹസംവിധായകനായി കടന്നു വന്നയാളാണ് അദ്ദേഹം. കുഞ്ഞിരാമായണൻ, ഗോദ, മിന്നൽ മുരളി എന്നീ 3 സിനിമകളിലൂടെ തന്നെ മലയാളത്തിലെ മുൻനിര സംവിധായകനായി മാറാൻ അദ്ദേഹത്തിന് എളുപ്പം സാധിച്ചിരുന്നു. 2021 പുറത്തിറങ്ങിയ മിന്നൽ മുരളിക്ക് കിട്ടിയ പാൻ ഇന്ത്യൻ റീച്ച് മറ്റു ഭാഷകളിലും ബേസിലിന് ശ്രദ്ധ നേടിക്കൊടുത്തിരുന്നു. ഇപ്പോൾ എക്കാലത്തെ മികച്ച സിനിമകൾ ഏതാണെന്ന് ഉള്ള ചോദ്യത്തിന് മറുപടി നൽകിയാണ് ബേസിൽ ജോസഫും. മറുപടി പറയാൻ വളരെ പ്രയാസമുള്ള ചോദ്യമാണ് അതെന്ന് പറഞ്ഞ ബേസിൽ മണിച്ചിത്രത്താഴിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. മലയാളത്തിൽ ഇതുവരെ വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ് അതെന്നും ബേസിൽ തുറന്നു പറയുന്നുണ്ട്. ഒപ്പം തനിക്ക് പ്രിയപ്പെട്ട സിനിമകളിൽ ഒന്നാണ് മണിരത്നത്തിന്റെ ഇരുവർ എന്നും ബേസിൽ കൂട്ടിച്ചേർത്തു. JFW മൂവി അവാർഡ്സ് 2025 സംസാരിക്കുകയായിരുന്നു ബേസിൽ ജോസഫ് ഇങ്ങനെ.